ഈ ഒരു വീഡിയോ നമ്മുടെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം തീരദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് അഥവാ അദാനി സീപോർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു സീപോർട്ടിന്റെ പേര് പറഞ്ഞിട്ട് വിഴിഞ്ഞം തീരദേശത്തുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഭൂമാഫിയകൾ ഇറങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാരണമാണ് 1 സെന്റ് ഭൂമി പോലും പാവപ്പെട്ടവന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വിഴിഞ്ഞം കോർപ്പറേഷൻ ഏരിയയിൽ. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി അദാനി സീപോർട്ട് വരുന്നു, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരുന്നു, ഇനി ഇവിടെ സ്ഥലങ്ങളൊന്നും കിട്ടത്തില്ല, എത്ര വേഗം തന്നെ നിങ്ങൾ സ്ഥലങ്ങൾ വാങ്ങുക. ഈ പാവപ്പെട്ടവന് 1 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റുമോ ഇപ്പോൾ ഒരവസ്ഥയിൽ? ഒരു ഇടുക്കിലായിരുന്നാലോ ഒരു മുടുക്കിലായിരുന്നാലോ 1 സെന്റ് സ്ഥലത്തിന് ഇപ്പോൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 5 ലക്ഷം രൂപയാണ്. റോഡ് സൈഡാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ ഇവർ സ്ഥലം അഥവാ കാണിച്ചു തരികയാണെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയില്ലാതെ ഈ സ്ഥലമോ ഈ വീടോ വാങ്ങാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പഴയ വീടുകളെ ഇവർ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്തുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ തലയിലൊക്കെ വച്ചു കൊടുക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ വേറെ ഒരു ഇനത്തിൽപ്പെട്ട ആരെയും ഇവർ തേടിയൊന്നും പോകുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ മാത്രം ഇവർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ റിംഗ് റോഡ് വരാൻ പോകുന്നു, അതിലെ റോഡ് വരാൻ പോകുന്നു, ഇതിലെ റോഡ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാവപ്പെട്ടവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സ്ഥലങ്ങളോ ഈ വീടുകളോ അവരെ ഏൽപ്പിക്കുന്നത്. അതുപോലെ ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരുന്നതിന് മുൻപ് ഇവർ ഈ ഭൂമാഫിയകളൊക്കെ വിചാരിച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീപോർട്ട് വരുന്നത് കാരണം നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊക്കെ ഭയങ്കരമായ വില തന്ന് അദാനി എടുത്തുകൊണ്ട് പോകും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അദാനി ഇവരെക്കാളും ബുദ്ധിക്കാരനാണ്. അവ വിചാരിച്ചെന്തെന്നറിയാമോ, ഇവനൊക്കെ പൈസ കൊടുക്കുന്ന സമയം നമ്മൾ കടൽ വറ്റിച്ച് നമുക്ക് ആവശ്യമായ ബിൽഡിങ്ങും കാര്യങ്ങൾ സ്ഥല സൗകര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവ ഏകദേശം കടൽ തന്നെ ഒരു 2 കിലോമീറ്ററിൽ കൂടുതൽ വറ്റിച്ചെടുത്ത് അവൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി ഏരിയ മാത്രമാണ്. ഇവരുടെ ഈ വസ്തു വിൽപ്പനയുടെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒട്ടിക്കുന്നത് തീരദേശത്താണ്. നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡ് അതുപോലെ വിഴിഞ്ഞത്തെ തീരദേശത്തിലുള്ള ജനങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത് ആ പരിസരങ്ങളിലാണ് ഇവർ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഇവർ കാരണമാണ് യഥാർത്ഥ ഉടമസ്ഥൻ ഇല്ല. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ്റെ ഒരു ഏജൻ്റായിട്ട് നിന്നിട്ട് 2 ലക്ഷം പോലും വില വരാത്ത ഈ സ്ഥലങ്ങളെ ഇവർ പറയുന്ന വിലയ്ക്കാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഉടമസ്ഥനെയും കാണിച്ചു കൊടുക്കത്തില്ല. ഈ പാവപ്പെട്ടവന്മാർ അവസാനം ഗതികേടുകൊണ്ട് ഇവന്മാർ പറയുന്ന റേറ്റിന് അത് വാങ്ങേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങളൊരു വീട് നോക്കാനാണ് പോകുന്നതെങ്കിൽ ആ വീട് പുതിയ വീടാണോ പഴയ വീടാണോ എല്ലാം പരിസരവാസികളോട് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ആ വീട് എടുക്കാനായിട്ട്. കാരണം പഴയ വീടിനെയൊക്കെ ഇവർ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്തിട്ട് പല ആൾക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെ തലയിലൊക്കെ കെട്ടിവെച്ച പല കഥകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ സ്ഥലം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതിന് ഇനി ഏതെങ്കിലും അവകാശികളോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഏകദേശം 30-40 വർഷത്തെ അതിൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ സ്ഥലമോ കാര്യങ്ങളോ നോക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇനി വരും കാലങ്ങളിൽ 1 സെന്റ് സ്ഥലം പോലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അഥവാ ഈ ലൈഫ് മിഷൻ വഴി ഒരു 10 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ കൊണ്ട് അവൻ എത്ര സെന്റ് സ്ഥലമാണ് വാങ്ങുന്നത്? ആ വാങ്ങുന്ന സ്ഥലത്തിൽ അവനൊരു വീട് വയ്ക്കാൻ പറ്റുമോ? ഈ 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വീടൊക്കെ വച്ചവരുടെ ഗതിയൊക്കെ ഇന്ന് പച്ച വെള്ളമായിട്ട് കിടക്കുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞത്തെ തീരദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. ഇതുപോലെ ഭൂമാഫിയകൾ നിങ്ങളെ തേടി നടപ്പുണ്ട് കേട്ടോ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.